ഈ ചക്കരക്കിഴങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് കേട്ടോ ചക്കരക്കിഴങ്ങ് വെച്ചിട്ടുള്ള അഥവാ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ. കുറേ പേരുകളുണ്ടല്ലേ. അപ്പോൾ ഓരോ നാടുകളിൽ ഓരോ പേരിലായിരിക്കുമല്ലോ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ, ഈവനിങ് സ്നാക്സ്. അപ്പോൾ ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മധുരക്കിഴങ്ങ് അഥവാ ചക്കരക്കിഴങ്ങ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കടലപ്പൊടി അതുപോലെ അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുക്കണേ ആദ്യം തന്നെ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. വളരെ തിന്നാവാനും പാടില്ല, നല്ല തിക്കാവാനും പാടില്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക്. അപ്പോൾ അതിനായിട്ടുള്ള ബാറ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു ബൗളിൽ കടലപ്പൊടി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഒരു നുള്ളു ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഗരം മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി അതുപോലെ കാശ്മീരി ചില്ലി നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളി ബേക്കിംഗ് സോഡയാണ്. അത് ഇച്ചിരി പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം ബാറ്റർ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട്, കാരണം നന്നായിട്ട് ബാറ്റർ നന്നാവണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇതിന് പിടിക്കത്തില്ല. അങ്ങനെ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അത് ലോ ഫ്ലെയിമിൽ വേണം, നമ്മുടെ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ അത് ഉള്ളു വേവത്തില്ല, പുറം മാത്രം വെന്ത് കിട്ടും, ഉള്ളു വേവത്തില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. പക്ഷേ ഇത് കൂടുതൽ പുഴുങ്ങി കഴിക്കാനാണ്. പക്ഷെ അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു വെറൈറ്റി സ്നാക്സ് അതുപോലെ ചായയുടെയൊക്കെ കൂടെ കഴിക്കാം. പിന്നെ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ സൽക്കരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ട് വൈകുന്നേരമൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിനെ ബത്താസ് എന്നൊക്കെയാണ് കേട്ടോ ചില നാടുകളിൽ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.